ഹലോ ഡിയേഴ്സ്, നമ്മുടെ ലേണേഴ്സ് ലൈസൻസ് പരീക്ഷ കമ്പ്യൂട്ടറിലാണല്ലോ എഴുതുന്നത്. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടറിൽ എക്സാം എഴുതുമ്പോൾ മൗസ് എങ്ങനെ ഉപയോഗിക്കണം, മൗസ് എങ്ങനെ പിടിക്കണം, എങ്ങനെ നീക്കണം, ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക് എന്നിവ എങ്ങനെ ചെയ്യണം, ഓരോ ചോദ്യത്തിനും ആൻസർ ഓപ്ഷൻസ് എങ്ങനെ സെലക്ട് ചെയ്യണം, ശരിയായ ആൻസർ എങ്ങനെ തിരഞ്ഞെടുക്കണം, മൗസ് ഉപയോഗിച്ച് കേഴ്സർ എങ്ങനെ മൂവ് ചെയ്യണം എന്നതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കീബോർഡ് എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അക്ഷരങ്ങൾ എങ്ങനെ ടൈപ്പ് ചെയ്യണം എന്നതും അറിയണം. ഇത് അറിയാതെ എക്സാം എഴുതേണ്ടി വന്നാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനാൽ ഇന്ന് നമുക്ക് ലേണേഴ്സ് ലൈസൻസ് എക്സാമിന് ആവശ്യമായ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഉപയോഗം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോകാം. ഇത് കമ്പ്യൂട്ടർ പരിചയക്കുറവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ വിശദമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കീബോർഡ് പരിചയപ്പെടാം. എല്ലാം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കീബോർഡാണ് വേണ്ടത്. കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കീബോർഡ് പരിചയപ്പെടാം. നമുക്ക് ആദ്യം കീബോർഡിൽ ഇവിടെ നിങ്ങൾക്ക് 1 2 3 0 വരെ കാണാം. പിന്നെ ഇവിടുന്ന് A to Z വരെയുള്ള ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് നമുക്ക് സ്പേസ് ബാർ ആണ്. ഇത് ബാക്ക് സ്പേസ് ആണ്. എന്തെങ്കിലും നമ്മൾ വേർഡ് മായ്ക്കണമെങ്കിൽ നമുക്ക് ബാക്ക് സ്പേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഉണ്ട്, അവിടെ ഡിലീറ്റ് യൂസ് ചെയ്യാം. ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടതുള്ളൂ. പിന്നെ ഇവിടെയുള്ള ക്യാപ്സ് ലോക്ക്. ഈ ക്യാപ്സ് ലോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഞാൻ മുന്നോട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം ക്യാപ്സ് ലോക്കിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 1 മുതൽ 0 വരെയും A to Z വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ കീബോർഡ് നിങ്ങൾക്ക് കീബോർഡിൽ എക്സാം അല്ലെങ്കിൽ എക്സാമിൻ്റെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യലാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് ആപ്ലിക്കേഷൻ നമ്പറും ക്യാപ്ചയും അവിടെ ടൈപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതിന് നമുക്ക് കീബോർഡാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ കീബോർഡ് മാത്രമല്ല, മൗസ് വെച്ചിട്ട് നമുക്ക് ആ ബോക്സ് സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ മുന്നോട്ട് മൗസ് കേഴ്സർ എങ്ങനെയാണ് നീക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് കീബോർഡ് മാത്രം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള ലേണേഴ്സ് ലൈസൻസ് ആപ്ലിക്കേഷൻ നമ്പർ KL250612345678 എന്നുള്ള ആ ഒരു നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, നമുക്ക് ഇത് മൊത്തം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി ഇടാം, കാരണം ഇത് മൊത്തം ക്യാപിറ്റലിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 നമ്മുടെ ഇവിടെ തെറ്റിപ്പോയി. അപ്പോൾ ബാക്ക് സ്പേസ് ഇട്ടാൽ ആ 4 പോവും. 250612345678. ഇവിടെ കണ്ടോ, സ്ക്രീനിൽ അത് ടൈപ്പ് ചെയ്ത് വന്നു. ഇനി ക്യാപ്ച എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാപ്ച എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഉദാഹരണത്തിന് ഒരു ക്യാപ്ച UK70ZR. ഇത് മൊത്തം ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്യാപ്സ് ലോക്ക് അവിടെ ഓൺ ചെയ്തിടുക. അതിനുശേഷം UK70ZR അതും അവിടെ ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ആപ്ലിക്കേഷൻ നമ്പറും ക്യാപ്ചയും നമ്മൾ ടൈപ്പ് ചെയ്യാൻ പഠിച്ചു. ഇനി ക്യാപ്ചയിൽ സ്മോൾ ലെറ്റർ ഇടക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്യാപ്സ് ലോക്ക് ഇട്ടിട്ട് ഇപ്പോൾ ABC എന്നിട്ടു. ഇനി ക്യാപ്ചയിൽ അഥവാ സ്മോൾ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ അത് സ്മോൾ ആയി. അപ്പോൾ ഈ കീബോർഡിൽ നമ്മൾ എന്താ ഉണ്ടാവുക, മൊത്തം നമ്മളിപ്പോൾ ഈ GF ഒക്കെ അടിക്കുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് വരിക. അതിനെ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്താൽ മാത്രമേ ഇത് ക്യാപിറ്റൽ ആക്കിയിട്ട് മാറുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് മൊത്തം ക്യാപിറ്റലാണ്, പക്ഷെങ്കിൽ നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരിക സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈ കീബോർഡ് എളുപ്പം നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഫോണിൻ്റെ കീബോർഡ് ഏകദേശം അതുപോലെ തന്നെയാണ് ഈ കമ്പ്യൂട്ടർ കീബോർഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ലേണേഴ്സ് ലൈസൻസ് ആപ്ലിക്കേഷൻ നമ്പറും ക്യാപ്ചയൊക്കെ എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡേറ്റ് ഓഫ് ബർത്തും പാസ്വേഡും കൂടി അടിക്കേണ്ട ഒരു പ്രോസസ്സും കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഡേറ്റ് ഓഫ് ബർത്ത് 18/8/2000 എന്നാണെങ്കിൽ നമ്മൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ കോളത്തിലേക്ക് മൗസിനെ കേഴ്സർ കൊണ്ടുവച്ച് അവിടെ സെലക്ട് ചെയ്ത് കോളം സെലക്ട് ചെയ്ത് 15/8/2000 എന്ന് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്പേസ് ഇടാനായിട്ടുണ്ടാവും. സ്പേസ് ആണെങ്കിൽ സ്പേസ് ഇട്ട് കൊടുക്കുക. അണ്ടർസ്കോർ ഓർ ഹൈഫൺ ആണെങ്കിൽ നമ്മൾ അതിൽ എന്താണ് തന്നിട്ടുള്ളത് അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 15 അണ്ടർസ്കോറോ ഹൈഫണോ അങ്ങനെ ചെയ്യാം. 15/8/2000 ഇങ്ങനെ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത് അത് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്തു കൊടുക്കണം. അതിൽ അണ്ടർസ്കോർ ആണെങ്കിൽ അണ്ടർസ്കോർ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻകറക്റ്റ് എന്ന് വരും.
അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ താഴെ പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ പാസ്വേഡ് ഉദാഹരണത്തിന് ഇവിടെ സ്ക്രീനിൽ തന്നതുപോലെ LL 2026 പാസ് എന്നാണെങ്കിൽ അത് മൊത്തം ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം LL 2026 PASS മൊത്തം ക്യാപിറ്റൽ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ക്യാപ്സ് ലോക്ക് നെക്കിയാൽ മതി. പിന്നെ നമ്മൾ അടിക്കുന്നതൊക്കെ ക്യാപ്സ് ലോക്കിലേക്കേ പോകുള്ളൂ. ആ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ വരുന്നതൊക്കെ എന്താ പറയുക ഇതിൽ സ്മോൾ ലെറ്റേഴ്സിലായിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ നമ്മളിവിടെ DOBയും പാസ്വേഡും കൊടുത്തു. ഇനി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഇതിലേക്ക് പോകും. അത് അവിടെ നമുക്ക് രണ്ടാമത്തെ സ്ക്രീന് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ക്രീനിലേക്ക് പോയിട്ട് നമ്മൾ മൗസ് വെച്ചിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ഇനി നാലാമത്തെ സ്ക്രീനിൽ പോയാൽ എന്താണെന്ന് നോക്കാം. നാലാമത്തെ സ്ക്രീന് നമുക്കിവിടെ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഈ സ്ക്രീൻ ടച്ച് ചെയ്ത് ഫോട്ടോ ഇവിടെ ലാംഗ്വേജ് സെലക്ഷൻ ഒക്കെ നമുക്ക് മൗസാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് മൗസിന്റെ ഉപയോഗത്തെ പറ്റിയും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പഠിക്കാം. കീബോർഡ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാനുള്ളത് ലേണേഴ്സ് ലൈസൻസ് ആപ്ലിക്കേഷൻ നമ്പറും ക്യാപ്ചയും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ പാസ്വേഡും മാത്രമാണ്. ഈ 4 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു കീബോർഡ് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോൺ എടുക്കുക. ഫോണിൽ നമുക്ക് കീബോർഡ് ഇല്ലാത്തവർക്ക് ഫോണിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് അടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഫോൺ കീബോർഡ് വെച്ചിട്ട് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ കീബോർഡ് ഉള്ളവർക്ക് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. കാരണം കമ്പ്യൂട്ടർ കീബോർഡ് മൗസ് ഉപയോഗം ഒക്കെ നമുക്ക് ഈ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിൽ ഭയങ്കര ഉപകാരമാണ്, അത് പ്രധാനവുമാണ്. ഓക്കെ, പെട്ടെന്ന് സ്പീഡിലൊക്കെ ചെയ്യാൻ പ്രാക്ടീസ് നിർബന്ധമാണ്. ഇനി നമുക്ക് കീബോർഡ് എല്ലാവരുടെയും കയ്യിൽ കമ്പ്യൂട്ടർ കീബോർഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്പ് തുറക്കാം. ഞാനിപ്പോൾ ChatGPT ആണ് തുറന്നിട്ടുള്ളത്. ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ ഫോണിൻ്റെ കീബോർഡ് വരുമല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്താണോ ടൈപ്പ് ചെയ്ത് പഠിക്കാനുള്ളത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ക്യാപ്സ് ലോക്ക് എന്ന് ഞാൻ കമ്പ്യൂട്ടറിൽ പറഞ്ഞിട്ടുള്ളത് ഈ സംഭവമാണ്. ഇത് കണ്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ കീബോർഡിലെ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ സ്മോളിലുണ്ടാവും. ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ കീബോർഡ് ക്യാപിറ്റലായിട്ട് മാറുള്ളൂ. അത് ക്യാപ്സ് ലോക്ക് ഇടാൻ 2 പ്രാവശ്യം നമ്മുടെ ഫോണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് മൊത്തം ഇനി എന്ത് നമ്മളിവിടെ ടൈപ്പ് ചെയ്താലും ABCDEFG എല്ലാം എന്തിലേ വരുള്ളൂ, ക്യാപിറ്റലിലേ വരുള്ളൂ. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്താൽ എന്ത് ടൈപ്പ് ചെയ്താലും ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യാം. എന്ത് ടൈപ്പ് ചെയ്താലും എന്താ വരുള്ളൂ, ABCDEFG സ്മോളേ വരുള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലും പറയുന്നത്. ഇനി നമുക്കിത് ഇവിടെ ഇൻറ്റു മാർക്ക് ഉണ്ടല്ലോ, ഇത് ബാക്കോട്ട് അടിച്ചാൽ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ബാക്ക് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ക്യാപ്സ് ലോക്ക് ഇട്ട് നമ്മളൊരു ലെറ്റേഴ്സ് ആഡ് ചെയ്തു ABCD. ഇനി അടുത്ത ഇത് നമുക്ക് സ്മോൾ ലെറ്ററാണ് കൊടുക്കേണ്ടത്. ഈ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്താൽ സ്മോൾ വന്നു. മനസ്സിലായില്ലേ? പിന്നെ 1 2 3 4 എല്ലാം നമുക്ക് ഈ ഒരു ഫോണിലും ടൈപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഫോൺ കീബോർഡ് നമുക്ക് യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ കീബോർഡ് പോലെ ആക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഞാൻ കമ്പാരിസൺ കാണിച്ചു തരാം. ഫോൺ കീബോർഡും മുകളിൽ നിങ്ങൾക്ക് കാണാം കമ്പ്യൂട്ടർ കീബോർഡ്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ് ഏകദേശം പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ 18 സ്പേസ് ആണെങ്കിൽ സ്പേസ് ഇട്ടു, 18 5 സ്പേസ് 1996 ഒരു ഉദാഹരണം. ഓക്കെ, ഇതിൽ സ്പേസ് ഇങ്ങനെയല്ല, നമുക്ക് ഹൈഫണോ അണ്ടർസ്കോറോ ആണെങ്കിൽ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 18 എന്ന് നിങ്ങൾ എഴുതി, ഇതിൽ ഹൈഫൺ അണ്ടർസ്കോറൊക്കെ ഇതാണ് അണ്ടർസ്കോർ ഹൈഫൺ സ്ലാഷ് എന്നൊക്കെ പറയുന്നത്. ഇത് ഒന്നുകിൽ ഇതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്നതിൽ ചിലപ്പോൾ ചെയ്യാനുള്ളത് സ്ലാഷ് ആയിരിക്കാം, ചിലപ്പോൾ ഹൈഫൺ ആയിരിക്കാം. അത് നമ്മൾ അതിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഏതാണോ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളത് അതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് കമ്പ്യൂട്ടർ കീബോർഡിലും കാണാം. അങ്ങനെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഫോൺ കീബോർഡിൽ നമുക്ക് പരിചയമുള്ളവർക്ക് കമ്പ്യൂട്ടർ കീബോർഡും ഈസി ആവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ എക്സാം പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു, എക്സാമിലേക്ക് കടക്കുകയാണ്. എക്സാമിൽ കടക്കുമ്പോൾ ഇനി നിങ്ങളുടെ പേനയാണ് ഈ മൗസ്, നിങ്ങളുടെ എക്സാം പേപ്പറാണ് മോണിറ്റർ, നിങ്ങളുടെ പേനയാണ് ഈ മൗസ് എന്ന് കരുതുക. ഈ മൗസ് വെച്ചിട്ടാണ് ഇനി എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ കാണിക്കുന്ന 4 കാര്യങ്ങളും
ഈ മൗസിലെ ലെഫ്റ്റ് ക്ലിക്ക് ബട്ടൺ, റൈറ്റ് ക്ലിക്ക് ബട്ടൺ, കേഴ്സർ, പിന്നെ സ്ക്രോൾ വീല്, ഇത് നാലും നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് നാലിൻ്റെയും ഉപയോഗം എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇതാണ് കേഴ്സർ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അമ്പടയാളമാണ് കേഴ്സർ. ഇതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ: ഇടപെടലുകൾ, സ്ക്രീനിലെ ഐക്കൺ, ഫയൽ, ബട്ടൺ എന്നിവയിലേക്ക് പോയിൻ്റർ എത്തിക്കാനാണ് കേഴ്സർ ഉപയോഗിക്കുന്നത്. പിന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും ആവശ്യമുള്ള വസ്തുക്കളിൽ കേഴ്സർ എത്തിച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അവ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. ഇതാണ് നിങ്ങൾ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യണ്ടേ, അതിന് ഈ കേഴ്സറാണ് നിങ്ങളെ സഹായിക്കുക. മൗസ് ചലിപ്പിക്കുമ്പോൾ ഈ കേഴ്സറാണ് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളെ മാർക്ക് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ ഇന്ന ഓപ്ഷനാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, എന്നിട്ട് ക്ലിക്ക് ചെയ്യണം. അതാണ് ഇത്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ക്ലിക്ക് ബട്ടൺ. അതായത് നമ്മൾ കയ്യിൽ ഇത് മൗസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിലായിട്ട് സൈഡിലായിട്ടുള്ള ഈ ഒരു ബട്ടണെ ലെഫ്റ്റ് ക്ലിക്ക് ബട്ടൺ എന്നാണ് പറയുന്നത്. ഈ ക്ലിക്ക് ബട്ടണും കേഴ്സറിനെ അവിടെ യഥാസ്ഥാനത്ത് കൊണ്ടുവച്ച്, മൗസ് ചലിപ്പിച്ച് കേഴ്സറിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഓപ്ഷൻ സെലക്ട് ആവുകയുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും പിന്നെ സ്ക്രീനിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാനും ഈ ഒരു ലെഫ്റ്റ് ക്ലിക്ക് ബട്ടണാണ് ആവശ്യമായിട്ടുള്ളത്. ഈ മൗസിലെ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ക്ലിക്ക് ബട്ടൻ്റെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീല് പോലത്തെ ഒരു സാധനം കാണാം. ഇത് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ അത് താഴോട്ടേക്കും മുകളിലോട്ടൊക്കെ പോകും. അപ്പോൾ ഈ സ്ക്രോൾ വീൽ എന്തിനാണ് യൂസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ലേണേഴ്സ് എക്സാമിന് നിങ്ങൾക്ക് യൂസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്ക്രീനിൽ മൊത്തം ആ ഒരു ക്വസ്റ്റ്യൻ നിറഞ്ഞു നിൽക്കും. അപ്പോൾ താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, ആ സ്ക്രീനെ താഴോട്ടേക്ക് കൊണ്ടുവരേണ്ടിയിട്ട്, ആ പേജ് താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾ ആൻസറൊക്കെ സെലക്ട് ചെയ്ത് ആ പേജ് നിറയെ ചിലപ്പോൾ ആൻസറും ഓപ്ഷൻസും ആയിരിക്കും. അപ്പോൾ താഴെയുള്ള കണ്ടിന്യൂവും സബ്മിറ്റൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പേജിന് താഴോട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു താഴോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രോൾ വീൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതാണ് മോണിറ്റർ അറിയാത്ത ആരും ഉണ്ടാവില്ല. മോണിറ്റർ സ്ക്രീനിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിൽ ഇതിൻ്റെ ഉപയോഗം നോക്കാം. ആദ്യം കീബോർഡിൽ ഡേറ്റ് ഓഫ് ബർത്തും പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കണം. സബ്മിറ്റ് കൊടുക്കാനായിട്ട് മൗസ് പിടിക്കുക. മൗസ് പിടിക്കുമ്പോൾ സ്ക്രീനിൽ കേഴ്സർ അവിടെ വരും. കേഴ്സർ സബ്മിറ്റിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സബ്മിറ്റ് ആയിക്കോളും. എക്സാമിൻ്റെ പ്രോസസ്സാണ്. എക്സാമിൻ്റെ ചോദ്യം സ്ക്രീനിൽ വന്നു. ഇതിനി ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓപ്ഷൻ്റെ അടുത്തേക്ക് മൗസ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കേഴ്സർ കൊണ്ടുപോയിട്ട് നേരത്തെ ചെയ്തതുപോലെ സി നിർത്തുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് രണ്ടാമതായിട്ട് കൺഫേം കൊടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കേഴ്സർ നീക്കുന്നു, മൗസ് നീക്കുന്നു, കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് വേണം മറ്റൊരു ചോദ്യം വരണം. സെക്കൻഡ് ചോദ്യം വരാനായിട്ട് നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാനായിട്ട് മൗസ് നീക്കുന്നു, കേഴ്സർ വരുന്നു, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത ചോദ്യത്തിൻ്റെ പേജ് വരുന്നു. ഇതേ പ്രോസസ്സ് തുടരുക. നിങ്ങൾ പാസ്സാകുന്നത് വരെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓൾ ദ ബെസ്റ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ചിലപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് മാറാം. ചിലപ്പോൾ ഇവിടെ കൺഫേമും കണ്ടിന്യൂവും ഉണ്ടാവില്ല, ചിലപ്പോൾ കണ്ടിന്യൂവും കൺഫേമും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ആണ് വന്നതെങ്കിൽ കണ്ടിന്യൂ അടിച്ച് പോവാം. കൺഫേമും കണ്ടിന്യൂ ഉണ്ടെങ്കിൽ രണ്ടും കൂടി കൊടുത്തിട്ട് അടുത്തതിലേക്ക് പോവാം. എക്സാമിന് വേണ്ടിയിട്ട് കീബോർഡിൽ എല്ലാം ടൈപ്പ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. മൗസിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കേഴ്സർ വരുന്നു. അതിനുശേഷം സ്ക്രോൾ വീൽ ആവശ്യമാണെങ്കിൽ സ്ക്രോൾ വീൽ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.